ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. നിങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം അർജുന്റെ കുടുംബാംഗങ്ങൾ ചില ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ആ പ്രകടിപ്പിച്ച ആശങ്കയുടെ ഭാഗമായി ജില്ലാ കലക്ടറുമായി ഒരു ചർച്ച നടത്തുകയും അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തന ഘട്ടത്തിലൊന്ന് വരാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പലപ്പോഴും അവരെ തടയുന്നു എന്നുള്ള പ്രശ്നവും പറഞ്ഞിരുന്നു. അവർക്ക് വന്ന് മറ്റെന്തെങ്കിലും വൈദഗ്ധ്യമുള്ള സംഭാവനകളോ നിർദ്ദേശങ്ങളോ നൽകാനല്ല, പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാലോ. ആ മാനസികാവസ്ഥയുടെ ഭാഗമായി അവർക്ക് ഇവിടെ വരണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പം അതിന് സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ ഷിരൂരിൽ നിന്നും മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അർജുൻ്റെ ബന്ധുക്കൾക്ക്, അമ്മയടക്കമുള്ളവർക്ക് ആ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് വരണം എന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഏതായാലും അവിടെ ട്രാൻസ്മിഷൻ പ്രശ്നങ്ങളുണ്ട്, വാക്ക് ഇടയ്ക്ക് മുറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അർജുൻ്റെ ബന്ധുക്കൾക്ക് ഈ ഷിരൂരിലേക്ക് എത്തണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള സൗകര്യം ഒരുക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. റിയാസിൻ്റെ വാക്കുകളിലേക്ക്. പ്രശ്നമുണ്ടെങ്കിലും അടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. ജില്ലാ കളക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കളക്ടർ രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു സംഘം വരേണ്ടത്, എത്തിക്കാം. അതിൽ മാറ്റം എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല എന്ന് അതിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. നേവിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. നേവിയുമായി ഞങ്ങൾ രാവിലെ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും കർണാടക ഗവൺമെൻറ്റിനും നേവിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. നേവിയുടെ മുങ്ങൽ സംഘം കൂടുതൽ വൈദഗ്ധ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ, നേവിയുടെ മറ്റ് ഇടപെടലുകൾക്ക് മറ്റ് സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അതങ്ങനെ. നമ്മുടെ രാജ്യത്ത് നേവിയുടെ ബേസുകളിൽ ഏറ്റവും നന്നായി ഫലപ്രദമായി ഇടപെടാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളെ കൂടി ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് ഇന്ന് ചർച്ച ചെയ്തു. ഇന്ന് നേവൽ സംഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നേവൽ ബേസ് ഏറ്റവും മികച്ച നിലയിൽ, ഇനി ഇതിലും നല്ല നിലയിൽ ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാവുന്നതാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിലുള്ളവരുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഇവിടെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങൽ സംഘമുണ്ട്. അവർ വളരെ കോൺഫിഡൻ്റാണ്. അവരൊരു 8 അംഗ സംഘമുണ്ട്. ആ 8 അംഗ സംഘം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ ആ കാര്യം പറയും. അവരെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ളത് സൂചിപ്പിച്ചു. തഗ് ബോട്ട് സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കും? തഗ് ബോട്ടിന് നങ്കൂരമിടാൻ കഴിയും. ബോട്ടിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ വന്നു പോകുന്ന നിലയിലേക്കുള്ള തഗ് ബോട്ടിൻ്റെ സംവിധാനത്തെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായിട്ടുള്ള തഗ് ബോട്ട് സംവിധാനം ഇവിടെ അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹകരണത്തോടു കൂടി പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കദംബ നേവൽ ബേസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫ്ലാഗ് ഓഫീസറുമായി ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി മറ്റിടങ്ങളിൽ ഇതിൻ്റെ എന്തെങ്കിലും സാധ്യതകൾ നേവൽ ബേസിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങൾ നമുക്കറിയാം. രാജ്യത്ത് പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ നേവൽ ബേസുകളുണ്ട്. അവിടെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനോ ഇടപെടാനോ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, അതിനിടപെടണമെന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനിയായ ജില്ലാ കളക്ടർ ശ്രദ്ധപ്പെടുത്തി. ഞങ്ങൾ ആ കാര്യം ശ്രദ്ധപ്പെടുത്തി. അതിൻ്റെ ഭാഗമായി ആ കാര്യവും പൊതുവെ പരിശോധിക്കാമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും
ഈ രക്ഷാദൗത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും പൊതുവെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഈ നാട്ടറിവുകൾ എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ഖലാസികളെ പോലെയുള്ള ഇവര് എങ്ങനെ ചെയ്യാമെന്നതാണ് ഇപ്പോൾ ഇത് അതുൾപ്പെടെ, അതും തഗ് ബോട്ടിൻ്റെ സംവിധാനവും സാധ്യതയും ഒക്കെ എങ്ങനെ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പരിശോധിക്കും. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമുക്ക് മറ്റ് സംവിധാനങ്ങളുടെ അതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ട് പരിശോധിക്കും. അല്ല, അത് കലക്ടർ പറയും, അതുമായി ബന്ധപ്പെട്ട് കലക്ടർ പറയും. ഇന്നലെ അങ്ങനെ ഉറപ്പിച്ച് നിശ്ചയിച്ചതായിരുന്നു. അതിൽ ചെറിയ തടസ്സം വന്നു. അപ്പോൾ അത് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രയാസം രാവിലത്തെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിരുന്നു. ഒരു തരത്തിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല. പാന്തൂൺ കൊണ്ടുവരണമെന്ന് നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ്. അത് സാധ്യമാക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനിയായ കലക്ടർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നൊരു സംഘം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കലായ ചില പ്രശ്നമാണ് അവർ പറയുന്നത്. എന്തായാലും അടിയൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടല്ല, അത് അവിടെ DC അത് കൂടുതൽ വിശദീകരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലുള്ള സം ഇഷ്യൂസ് റിഗാർഡിംഗ് പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് പാന്തൂൺ DC വിൽ അതിലാണ് ഒരു പ്രധാന സ്ഥാനം. ഇവിടെയുള്ള നേവൽ ബേസ് ആണല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ രാജ്യത്ത് ഏതെങ്കിലും നേവൽ ബേസിന് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ ടീമിനെ അങ്ങോട്ട് കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ അഭിപ്രായം പൊതുവെ അറിയിച്ചിട്ടുണ്ട്. ലോറിയുടെ കൃത്യമായ സ്പോട്ട്, ട്രക്കിന്റെ കൃത്യമായ സ്പോട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ? അല്ല, അതിൻ്റെ കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. DC കൂടി പറയുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാവും. യോഗ തീരുമാനങ്ങൾ എന്തായാലും ശക്തമായി നടപ്പാക്കണം എന്നാണ് കേരളം അങ്ങനെയല്ലേ ആവശ്യപ്പെടുന്നത്. യോഗ തീരുമാനങ്ങൾ ശക്തമായി നടപ്പാക്കണം. തീർച്ചയായിട്ടും നമ്മൾ യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുക. അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആ തീരുമാനത്തിൽ പിന്നെ പിറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. എല്ലാ വശവും പരിശോധിച്ച് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഒരു തരത്തിലും പിന്നെ അതിന് പിറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. അത് ഞങ്ങളിന്ന് യോഗത്തിൽ ഞങ്ങളുടെ നിലപാടെന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, നേവൽ ഉന്നത ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ മുങ്ങൽ ഡൈവേഴ്സ് ആയാലും നേവിയുടെ മറ്റ് സാധ്യതകളായാലും ഇന്ത്യയിൽ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട നേവൽ ബേസുകളുണ്ട്. നമുക്കറിയാം, ഞാൻ ഓരോന്നിൻ്റെ പ്രത്യേകിച്ച് പേര് പറയേണ്ടതില്ല. അവിടെയുള്ള സംഘത്തെ കൊണ്ടുവരാനോ അവിടെയുള്ള സംവിധാനത്തെ ഉപയോഗിക്കാനോ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളത് പരിശോധിക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ്റിനോടും സംസ്ഥാന ഗവൺമെൻറ്റിനോടൊക്കെ അത് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇവിടെ ഇന്നലെ മുതൽ എത്തിയതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2 സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്നുള്ള നിലയിൽ ആ ഗവൺമെൻറ്റുകളുടെ അധികാര പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇല്ല എന്ന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇന്നലെ എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു അസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. ആ അസംതൃപ്തി ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു. പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ മറുപടി അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. രാജസ്ഥാനിലോ മറ്റോ ഉള്ള ഒരു സ്പെഷ്യൽ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അവർ പറയുന്നുണ്ട്. ആ രൂപത്തിൽ ഇപ്പോൾ ഒരു ടീം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ ലഭിക്കാനിടയുള്ള, പുറത്തുനിന്ന് ലഭിക്കാനിടയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ്. അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നാം ഇത്രയും ദിവസം നടത്തിയ ദൗത്യത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായ ഒരു നിലപാട് ആണ് സ്വീകരിച്ച് കാണുന്നത്. അതിലൊരു തർക്കമുണ്ടാക്കാനൊന്നും ഞങ്ങൾ ഇല്ല. കാരണം 2 സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും വീണ്ടും ഞങ്ങളുടെ ഉത്കണ്ഠകൾ അറിയിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ് ശ്രദ്ധ കാണിക്കും എന്നാണ്, ഇപ്പോൾ കാണിച്ചതിനേക്കാൾ കൂടുതലായുള്ള ശ്രദ്ധ കാണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്.
അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഡയറക്റ്റായിട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു ടീമല്ല. ഞങ്ങൾക്കിടെ ജനങ്ങളുടെ ആശങ്ക ഇവിടുത്തെ അധികാരി വർഗത്തിന് മുമ്പാകെ ബോധ്യപ്പെടുത്തി പരസ്പരമുള്ള ചർച്ചകളിലൂടെ പരിഹാരം കാണുക എന്നതും ആണ് പ്രധാനം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ചർച്ച നടത്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായൊരു കാരണമില്ലെങ്കിൽ, വിശ്വസനീയമായ കാരണങ്ങളില്ലെങ്കിൽ അത് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തോട് അതൃപ്തി ആളുകൾക്കുണ്ടാകും. ആ അതൃപ്തി ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ശ്രമം കൂടി ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് ജനപ്രതിനിധികളും ചെയ്താൽ നമുക്കെല്ലാവർക്കും ആശ്വാസമാകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഏതൊക്കെ സാധ്യതയുണ്ടോ ആ സാധ്യതയൊക്കെ പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേവൽ കമാൻഡൻറ്റുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നത്, സ്ഥലത്തിൻ്റെ പേരൊന്നുമില്ല, വിദഗ്ധന്മാരായ മുങ്ങൽ വിദഗ്ധന്മാരുള്ള സ്പെഷ്യൽ ടീമുകൾ നമ്മുടെ നാവികസേനക്കുണ്ട്. മറ്റേ സൈന്യത്തിനതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളത്തിനകത്ത് അവർക്ക് വലിയ എക്സ്പീരിയൻസ്, മലമുകളിലാണെങ്കിലേ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളൂ. അപ്പോൾ അവർ അതും പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾക്ക് അതിൻ്റെ ഒരു വിവരം കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങളിവിടെ വന്ന് ഭരിക്കാൻ വന്നതല്ല, ഞങ്ങളുടെ ഉത്കണ്ഠകൾ അറിയിക്കാനും ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തെ അറിയിക്കാനുമുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അർജുൻ്റെ വീട്ടുകാർക്കും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്കും ആശ്വാസം പകരാനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമോ ആ നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ ജാഗരൂകരായി ഇരിക്കാനാണ് ഞങ്ങളെല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അവരത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ലൊരു റിസൾട്ടിന് വേണ്ടി നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. എന്തോ ഇല്ല, അത് അയച്ചല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ വടക്കേ മലബാർ കല്യാശ്ശേരി MLA കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഷിഫ്റ്റായി തന്നെ വന്ന് നിൽക്കുകയും കോർഡിനേറ്റ് ചെയ്യാനും ഇടപെടാനും. ഇപ്പോൾ വിജിനും ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ശ്രീ അഷ്റഫ്, ശ്രീ ലിൻഡോ, ശ്രീ സച്ചിൻ ദേവ് ഇവിടെ ഉണ്ട്. നേരത്തെ തന്നെയുള്ള ആളുകളാണ്. അപ്പോൾ അതിന് പുറമെ ഇപ്പോൾ വിജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ഈ നിലയിൽ തന്നെ നമ്മൾ പ്രതീക്ഷയാകെ നഷ്ടപ്പെട്ട പോലെ നിൽക്കേണ്ടതില്ല. നിങ്ങളൊക്കെ ഒരുപാട് ദിവസമായി ഇവിടെ. പക്ഷെ നമ്മൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ തഗ് ബോട്ട് വന്ന് അതിനുശേഷമുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടർ തന്നെ പിന്നീട് നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ. ഐ തിങ്ക് യു ആർ സേയിങ് ഈവനിങ് സംതിങ്. യെസ്, ഈ വൈകിട്ട് അവർ സംസാരിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. സന്തോഷം. അതൊക്കെ ശുദ്ധ തോന്നിയാസല്ലേ. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആ വീട്ടിൽ പോയ സമയത്ത് അവിടെയുള്ളവർ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു നികൃഷ്ട മനസ്സുള്ളവർ ഈ ഒരു ഘട്ടത്തിൽ ആ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. വീട്ടിൽ പോയി അവിടെ പരിസരവാസികൾ എല്ലാവരും പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോലീസ് കമ്മീഷണറുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സൈബർ കേസ് എടുത്തിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ച ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന സംഘത്തിൻ്റെ എന്താണ് ലക്ഷ്യം, അതുൾപ്പെടെ പുറത്തു വരേണ്ടതാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ലോകമാകെ വലിയ പ്രയാസത്തോടുകൂടി നിൽക്കുകയാണ്. ലോകത്തെ മലയാളികളാകെ ആശങ്ക പങ്കുവെക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ കുടുംബത്തെ സൈബർ ഇടത്ത് ആക്രമിക്കാനുള്ള ഒരു മനസ്സ് വരിക എന്ന് പറഞ്ഞാൽ നികൃഷ്ട മനസ്സ്, അതിനെ എല്ലാ നിലയിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശിരൂരിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട് എന്ന് മന്ത്രിമാർ എന്തായാലും പറഞ്ഞിരിക്കുന്നു. ആ മന്ത്രിമാർക്കുള്ള അതൃപ്തി അവർ സർക്കാരിന് ഉത്കണ്ഠയുണ്ട്, കേരള സർക്കാരിന് ഉത്കണ്ഠയുണ്ട് എന്നുള്ള കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ കത്തയച്ചിട്ടുണ്ട്. ഉത്കണ്ഠ അറിയിച്ച്, കേരളത്തിൻ്റെ ഉത്കണ്ഠ അറിയിച്ച് കേരള സർക്കാർ കർണാടക സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. തെരച്ചിൽ നടത്തണം, അർജുനെ കണ്ടെത്തിയേ മതിയാകൂ, കൂടുതൽ തെരച്ചിൽ അവിടെ നടത്തേണ്ടതുണ്ട് എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. തെരച്ചിൽ തുടരും എന്ന് പറയുന്നു. ഇപ്പോൾ ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ മാധ്യമങ്ങളെ കാണുകയാണ്. അവരുടെ വാക്കുകളിലേക്ക്. ಇವತ್ತು ನಿನ್ನೆ ಬರಲಿಕ್ಕೆ ಆಗಿಲ್ಲ. ಸೊ ಇವತ್ತು ನೈಟ್ ಆ ಎಕ್ಸ್ಪರ್ಟ್ ಟೀಮ್ ಬರ್ತಾರಂತ ಅದು ಪ್ರಯತ್ನವನ್ನು ನಾವು ಕಂಟಿನ್ಯೂ ಮಾಡ್ತೀವಿ, ನಾಟ್ ಡ್ರಾಪಿಂಗ್ ಇಟ್. ಬಟ್ ಮೀನ್ ವೈಲ್ ಅದು ಬಂದಿಲ್ಲ ಅಂತ ಹೇಳಿ ಟಗ್ ಬೋಟ್ಸ್ ಅರೇಂಜ್ ಮಾಡಬೇಕು ಅಂತ ನಮ್ಮ SP ಅವರು ಪೋರ್ಟ್ಗೆ ಮಾತಾಡಿಕೊಂಡು ಅರೇಂಜ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಟಗ್ ಬೋಟ್ ಶಾರ್ಟ್ಲಿ ಈವ್ನಿಂಗ್
ಅರೈವ್ ಆಗ್ಬೋದು. ದಟ್ ಆಲ್ಸೋ ಕನ್ಫರ್ಮ್ ಆಗಿ ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ, ಇಟ್ ಇಸ್ ಎಕ್ಸ್ಪೆಕ್ಟೆಡ್ ಟು ಅರೈವ್ ಇನ್ ದಿ ಈವ್ನಿಂಗ್. ಅದು ಬಂದ ಮೇಲೆ ಅದು ಬೇಸ್ ಆಗಿ ಇಟ್ಕೊಂಡು ಈ ಮಲ್ಪೇಟೆ ಹಾಗೂ ഇപ്പോൾ ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അവർക്കാണ് ഈ തെരച്ചിലിൻ്റെ ഏകോപന ചുമതലയുള്ളത്, കളക്ടർക്കാണ്. എന്തായാലും കേരള സർക്കാർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ അർജുൻ്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനുള്ള അതൃപ്തി കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ അവിടെ മന്ത്രിമാർ വ്യക്തമാക്കിയത്. ഒപ്പം മുഹമ്മദ് റിയാസ് അവിടെ അർജുൻ്റെ കുടുംബത്തിന് ഈ സ്ഥലത്തേക്ക് എത്താൻ ആഗ്രഹമുണ്ട് എന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ച കാര്യവും തുടക്കത്തിൽ വ്യക്തമാക്കിയിരുന്നു. അർജുൻ്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തെയും ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം അവിടെ അപലപിക്കുന്നത് കണ്ടു. ഈ മന്ത്രിമാർ ഇന്നലെ അവിടെ എത്തി. ഇന്നലെ മുതൽ അവർ ഈ തെരച്ചിലിന്, ഈ രക്ഷാ ദൗത്യത്തിന് ഉള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവർ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുകയാണ് മന്ത്രിമാർ. അവർ അവിടെ ക്യാമ്പ് ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദിവസവും കാണുന്നത്.